അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വേൾഡ് ജോഗ്രഫിയിലെ ഋതുഭേദങ്ങൾ എന്ന ടോപ്പിക്കിലെ ഭാഗം 1 ഓക്കെ. അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ വീഡിയോകളുടെയും ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. ഋതുഭേദങ്ങൾ ഓക്കെ. എന്താണ്? സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറിച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളുടെ സവിശേഷത. അതായത് നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ അഥവാ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന എനർജിയുടെ ലഭ്യതയുണ്ടല്ലോ, അത് പല സ്ഥലങ്ങളിലും ഭൂമിയുടെ പല ഭാഗങ്ങളിലും പല രീതിയിലാണല്ലോ കിട്ടുന്നത്. അതിൻ്റെ ഏറ്റക്കുറിച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളുടെ അഥവാ വ്യത്യസ്ത കാലാവസ്ഥകളുടെ സവിശേഷത. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ. അപ്പോൾ സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറിച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളുടെ സവിശേഷത. ഇതിന് കാരണമാകുന്നത് എന്താണ്? ഇതിന് കാരണമാവുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് ഓക്കെ. ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ഭൂമിയുടെ പരിക്രമണം എന്നതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഭൂമിയുടെ പരിക്രമണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ് സൂര്യൻ എന്ന് സങ്കല്പിക്കുക ഓക്കെ. ഇതാണ് സൂര്യൻ എന്ന് സങ്കല്പിക്കുക. നമ്മൾ പഠിച്ചിരിക്കുന്നത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതല്ലേ. നമ്മുടെ മനസ്സിൽ വരുന്നത് വൃത്താകൃതിയിൽ കറങ്ങുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇതാണ് സൂര്യൻ, അതായത് ഇതാണ് സൂര്യൻ എന്ന് സങ്കല്പിക്കുക. ശരിക്കും ഭൂമി ചുറ്റുന്നത് ഇങ്ങനൊരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് ഓക്കെ. ഇങ്ങനൊരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്. അതായത് ഇപ്പോൾ ഭൂമി ഇവിടെയാണെന്ന് സങ്കല്പിക്കുക. ഇവിടെയാണെങ്കിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം വളരെ കൂടുതലല്ലേ ഓക്കെ. ഇവിടെയാണെങ്കിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം വളരെ അടുത്തുമാണ്. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ സമ്മറും ഈ ഭാഗത്ത് വരുമ്പോൾ വിൻ്ററും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ ഏറ്റക്കുറിച്ചിലുകൾ, അതോ ഓരോ കാലാവസ്ഥയുടെ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ. അപ്പോൾ ഇതിന് കാരണമാവുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. പരിക്രമണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, സൂര്യനെ ഭൂമി ചുറ്റുന്നത്. ആ ഒരു രീതിയാണ്, ആ ഒരു ചുറ്റലിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഇനി അച്ചുതണ്ടിൻ്റെ ചരിവുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ല അച്ചുതണ്ടിൽ നിൽക്കുന്നത്, ചെറിയൊരു ചരിവുണ്ട് ഓക്കെ ഭൂമിക്ക് ഓക്കെ. ഇനി പറയുന്നു ദീർഘവൃത്താകൃതിയിലുള്ള, അഥവാ ഞാൻ നേരത്തെ വരച്ച് കാണിച്ചല്ലോ, കറക്റ്റ് വൃത്തമല്ല, ദീർഘവൃത്താകൃതി അഥവാ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ഓക്കെ. അതായത് ഇങ്ങനത്തെ ഒരു ഷേപ്പ്, ഇതുപോലൊരു ഷേപ്പ് ഓക്കെ. അപ്പോൾ ദീർഘവൃത്താകൃതിയിലുള്ള അഥവാ എലിപ്റ്റിക്കൽ സഞ്ചാര പഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് ഓക്കെ. എന്തിനാണ്? ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനാണ് പരിക്രമണം എന്ന് പറയുന്നത് ഓക്കെ. പരിക്രമണം എന്ന് പറയുന്നത്. അപ്പം ദീർഘവൃത്താകൃതിയിലുള്ള അഥവാ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള സഞ്ചാര പഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് ഓക്കെ. ഭൂമിക്ക് സൂര്യനെ വലം വയ്ക്കാൻ വേണ്ട കാലയളവ് എത്രയാണ്? നമ്മൾ പഠിച്ചെങ്കിൽ 365 ദിവസം. ശരിക്കും 365 ദിവസമാണ് കേട്ടോ. 365 ഈ ദിവസങ്ങൾ 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസമായിട്ട് മാറുമല്ലോ, അതാണ് ലീപ്പ് ഇയർ. അപ്പം നമുക്ക് ആ വർഷം 366 ദിവസവും കാണും ഓക്കെ. അപ്പം ഭൂമിക്ക് സൂര്യനെ വലം വയ്ക്കാൻ വേണ്ട കാലയളവാണ് 365 ദിവസം ഓക്കെ. 365 ദിവസം, മറക്കരുത്, 365 ദിവസം. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ട് ഓക്കെ. അഥവാ ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ട്. അതുപോലെ തന്നെ ലംബതലത്തിൽ നിന്നും കണക്കാക്കിയാൽ ഈ ചരിവ് 23.5 ഡിഗ്രിയാണ് ഓക്കെ. ലംബതലത്തിൽ നിന്നും കണക്കാക്കിയാൽ ഈ ചരിവ് 23.5 ഡിഗ്രിയാണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഭൂമി ഓക്കെ. ഈ കാണുന്നതാണ് ഭൂമി. ഇതാണ് പരിക്രമണ തലം എന്ന് കരുതുക. ഇതാണ് പരിക്രമണ തലം. ഈ തലത്തിൽ നിന്നും ഭൂമിക്ക് ഇതിങ്ങനെ 66.5 ഡിഗ്രി ചരിവുണ്ട് ഓക്കെ. 66.5 ഡിഗ്രി ചരിവുണ്ട് ഓക്കെ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലംബതലം, ഈ നേരെ കാണുന്ന ലംബതലം, ഈ ലംബതലത്തിൽ നിന്നത് 23.5 ഡിഗ്രി ചരിവുണ്ട് ഓക്കെ. 23.5 ഡിഗ്രി, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ. ആ ഫോട്ടോയിൽ 23.4 എന്നാണ്, ശരിക്കും 23.5 ഡിഗ്രി ചരിവുണ്ട് ഓക്കെ. അതാണ് ആ വീഡിയോയിൽ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ട്. എന്നാൽ ലംബതലത്തിൽ നിന്നും കണക്കാക്കിയാൽ ഈ ചരിവ് 23.5 ഡിഗ്രിയാണ് ഓക്കെ. 23.5 ഡിഗ്രി. പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു ഓക്കെ. അതായത് ഭൂമി പരിക്രമണം ചെയ്യുന്ന സമയത്തിൽ എപ്പോഴും ഈ ചരിവ് ഭൂമി നിലനിർത്തുന്നുണ്ട്. ഈ നിലനിർത്തുന്നതിനാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് ഓക്കെ. ഈ ചരിവിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത അഥവാ
പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. എന്താണ്? പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു. ഇതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളുടെ സവിശേഷത. ഇതിന് കാരണമാവുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ഓക്കെ, ദീർഘവൃത്താകൃതിയിലുള്ള അഥവാ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള സഞ്ചാര പഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിക്ക് സൂര്യനെ വലം വെക്കാൻ വേണ്ട കാലയളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 365.4 ദിവസമാണ്. ഓക്കെ, 365.4 ദിവസം. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66.5 ഡിഗ്രി ചരിവുണ്ട്. ഓക്കെ, എത്രയാണ്? 66.5 ഡിഗ്രി ചരിവാണ് ഉള്ളത്. ലംബതലത്തിൽ നിന്നും കണക്കാക്കിയാൽ ഈ ചരിവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23.5 ഡിഗ്രിയാണ്. ഓക്കെ, 23.5 ഡിഗ്രിയാണ് ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചരിവുള്ളത്. പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു. ഇതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അച്ചുതണ്ടിൻ്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോണത് പെരിഹീലിയൻ ആൻഡ് അഫീലിയൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് പെരിഹീലിയൻ ആൻഡ് അഫീലിയൻ എന്നുള്ളത്? ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ആദ്യമേ ഒരു പടം വരച്ച് കാണിച്ചല്ലോ, അതാണ് സംഭവം. അപ്പം ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം. ഓക്കെ, അഥവാ പെരിഹീലിയൻ. ഓക്കെ, അപ്പോൾ അതാണ് പെരിഹീലിയൻ. എന്താണ് പെരിഹീലിയൻ? ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം. ഓക്കെ, അതാണ് പെരിഹീലിയൻ. ആ ദിവസം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 3 ഓക്കെ, ജനുവരി 3 ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം. അതിനെ സൂര്യ സമീപ ദിനം എന്ന് പറയുന്നു അഥവാ പെരിഹീലിയൻ എന്ന് പറയുന്നു. ഓക്കെ, ഈ പെരിഹീലിയൻ ദിനം അഥവാ ജനുവരി 3 അഥവാ സൂര്യ സമീപ ദിനത്തിൽ ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, എത്രയാണ്? 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, ഏത് സമയത്താണ്? പെരിഹീലിയൻ സമയം അഥവാ സൂര്യ സമീപ ദിനം അഥവാ ജനുവരി 3. ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. പിന്നെ പറയുന്നു ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം അഥവാ അഫീലിയൻ ദിനം. അത് ജൂലൈ 4. ഓക്കെ, ജൂലൈ 4. എന്താണ് ജൂലൈ 4 എന്നൊരു സിനിമയില്ലേ? ജൂലൈ 4 എന്നൊരു സിനിമ ഉണ്ടല്ലോ, ദിലീപിൻ്റെ റോമയുടെ ഒക്കെ. അതിൽ അവർ രണ്ടുപേരും ഏറ്റവും ലാസ്റ്റ് അകന്നല്ലേ നിൽക്കുന്നത്, ഒരാൾ ജയിലിലും ഒരാൾ പുറത്തും. അതൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം. എന്താണ് സൂര്യവിദൂര ദിനം അഥവാ അഫീലിയൻ? ഓക്കെ, അത് ജൂലൈ 4 ആണ്. ഓക്കെ, ജൂലൈ 4. അപ്പം ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം അഥവാ അഫീലിയൻ എന്ന് പറയുന്നത്. അഥവാ ജൂലൈ 4 അങ്ങനെ സംഭവിക്കുന്നത്. ഏറ്റവും അടുത്തവരെ നമ്മൾ പറഞ്ഞു ജനുവരി 3, അതിന് പെരിഹീലിയൻ നിന്നും സൂര്യ സമീപ ദിനം എന്നും പറയുന്നു. ഓക്കെ, ഇനി ഈ അഫീലിയൻ ദിനത്തിൽ അഥവാ ഈ സൂര്യവിദൂര ദിനത്തിൽ അഥവാ ജൂലൈ 4 ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, പെരിഹീലിയൻ്റെ സമയത്തിൽ എത്രയാണ്? 147 ദശലക്ഷമാണ്. അതായത് 5 ദശലക്ഷം കിലോമീറ്റർ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട് ഈ സമയങ്ങളിൽ. ഓക്കെ, അപ്പം എന്താണ് പറഞ്ഞത്? വിദൂര ദിനം, സൂര്യവിദൂര ദിനം അഥവാ അഫീലിയൻ അഥവാ ജൂലൈ 4 ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം എന്താണ് പെരിഹീലിയൻ എന്നും എന്താണ് അഫീലിയനും എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം അഥവാ പെരിഹീലിയൻ ദിനം. അത് ജനുവരി 3 ഓക്കെ, ജനുവരി 3. ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. എത്രയാണ്? 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യ വിദൂര ദിനം അഥവാ അഫീലിയൻ ദിനം. ഓക്കെ, അഥവാ അഫീലിയൻ. ഓക്കെ, അത് ജൂലൈ 4 ആണ്. ഓക്കെ, ജൂലൈ 4. ഈ ജൂലൈ 4 അഥവാ സൂര്യ വിദൂര ദിനം അഥവാ അഫീലിയൻ ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. എത്ര? 152 ദശലക്ഷം കിലോമീറ്റർ. അപ്പോൾ ഈ അഫീലിയനും പെരിഹീലിയനും തമ്മിലുള്ള സമയത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിലുണ്ടാകുന്ന ഗ്യാപ്പ് വ്യത്യാസം എത്ര വെച്ചാൽ 5 ദശലക്ഷം കിലോമീറ്റർ ആണ്. കാര്യം 147 ദശലക്ഷവും 152. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്? ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം അഥവാ അഫീലിയൻ ദിനം. ഓക്കെ, ജൂലൈ 4. ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഓക്കെ,
എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യം വീണ്ടും വായിക്കാൻ പോവുകയാണ്. അപ്പം എത്രത്തോളം കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ ഇവിടുന്ന് പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം. എല്ലാവരും കണ്ണടച്ചിരിക്കുക. അപ്പം ഋതുഭേദങ്ങൾ ഭാഗം 1 പറയുന്നു, സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറിച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളുടെ സവിശേഷത. ഓക്കെ, സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറിച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളുടെ സവിശേഷത. ഇതിന് കാരണമാകുന്നത് എന്താണ്? ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ഓക്കെ, ഇതിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ഇനി പറയുന്നു, ദീർഘവൃത്താകൃതിയിലുള്ള അഥവാ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള സഞ്ചാര പഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ഓക്കെ, വെറും വൃത്താകൃതിയല്ല, ദീർഘവൃത്താകൃതി അഥവാ എലിപ്റ്റിക്കൽ സഞ്ചാരപാതം പഥത്തിലൂടെ ആണ് ഭൂമി സൂര്യനെ വലം വെക്കുന്നത്. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നു, ഭൂമിക്ക് സൂര്യനെ വലം വയ്ക്കാൻ വേണ്ട കാലയളവ് എത്ര? നമ്മളെല്ലാവരും 365 എന്ന് പറയത്തുള്ളൂ. ശരിക്കും 365 ദിവസമാണ്. 365 ദിവസം. ഈ 4 ദിവസങ്ങൾ 4 വർഷം കൂടുമ്പോഴത്തേക്ക് ഒരു ദിവസമായിട്ട് മാറുമല്ലോ, അത് 366 മാറും. അതാണ് ലീപ്പ് ഇയർ ആയിട്ട് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിക്ക് സൂര്യനെ വലം വയ്ക്കാൻ വേണ്ട കാലയളവാണ് 365 ദിവസം. ഓക്കെ, 365 ദിവസം. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും എത്ര ഡിഗ്രി ചരിവുണ്ട്? 66.5 ഡിഗ്രി ചരിവുണ്ട്. ഓക്കെ, ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചരിവുണ്ട്. എന്നാൽ ലംബതലത്തിൽ നിന്നും കണക്കാക്കിയാൽ ഈ ചരിവ് എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രിയാണ്. ഓക്കെ, 23.5 ഡിഗ്രിയാണ്. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും 66 ഡിഗ്രി ചരിവുണ്ട്. എന്നാൽ ലംബതലത്തിൽ നിന്നും കണക്കാക്കിയാൽ ഈ ചരിവ് 23.5 ഡിഗ്രിയാണ്. പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു. ഇതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചരിവ് നിലനിർത്തുന്നു. ഇതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു എന്താണ് പെരിഹീലിയൻ, എന്താണ് അഫീലിയൻ എന്നുള്ളത്. ഓക്കെ, എന്താണ്? ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി പറയുന്നു, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് പെരിഹീലിയൻ അഥവാ സൂര്യസമീപ ദിനം. ഓക്കെ, സൂര്യസമീപ ദിനം. എന്നാണ് സൂര്യസമീപ ദിനം? നമ്മൾ പറഞ്ഞു എന്താണ്? ജനുവരി 3. ഓക്കെ, ജനുവരി 3. ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. എത്രയാണ്? 147 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു, ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിനം ഏതാണ്? ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിനം നമ്മൾ ദിലീപിൻ്റെ ഒരു സിനിമയെ പറ്റി പറഞ്ഞു. ഏതാണ്? സൂര്യവിദൂര ദിനം. ഓക്കെ, സൂര്യവിദൂര ദിനം അഥവാ അഫീലിയൻ. ഓക്കെ, സൂര്യവിദൂര ദിനം അഥവാ അഫീലിയൻ. ഓക്കെ, ജൂലൈ 4. ഒന്ന് ഓർത്താൽ മതി, ജൂലൈ 4 അവർ തമ്മിൽ അഫെയർ ആണല്ലോ ഉള്ളത്. അപ്പോൾ അഫീലിയൻ. ഓക്കെ, ജൂലൈ 4 സിനിമയിൽ ദിലീപ് റോമയും തമ്മിൽ അഫെയർ ആണുള്ളത്. അപ്പം അഫീലിയൻ എന്ന് ഓർത്താൽ മതി. സൂര്യവിദൂര ദിനം അഥവാ അഫീലിയൻ അഥവാ ജൂലൈ 4 ഇത് സംഭവിക്കുന്നത്. ഈ സമയം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 152 ദശലക്ഷം കിലോമീറ്റർ. എത്രയാണ്? 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ PDF ലഭിക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ഓക്കെ, ബൈ.